അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മിനിങ്ങൾ മഹാന്മാരുടെ ഉപദേശങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം കാണാം. മൻ സമിയൽ ഖുർആന ഫലം യഖ്ശ. ഒരാൾ ധാരാളം ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ആശയമോ അയാൾ ഉൾക്കൊള്ളുന്നില്ല, ഒരു പേടിയും അദ്ദേഹത്തിൻ്റെ കൽബിൽ വരുന്നില്ല. ആഖിറത്തിൻ്റെ നരകത്തിൻ്റെ ശിക്ഷകളെക്കുറിച്ചൊക്കെ ഭയാനകമായ ചിത്രങ്ങളൊക്കെയും ഖുർആൻ നമ്മെ വിവരിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നമുക്ക് പേടിയോ അങ്ങനെ ഒരു വിഷയമോ നമ്മളെ കൽബിലില്ല. ഓതുന്നു എന്ന് മാത്രം. അങ്ങനെയുള്ളൊരു മനുഷ്യൻ എന്നിട്ടോ വദിക്റു ദംബി ഫലാ യഹ്സൻ. ഒരാൾ ധാരാളം തെറ്റുകൾ ചെയ്യുന്നു, ആ തെറ്റുകളെക്കുറിച്ച് അയാൾക്ക് നല്ല ബോധമുണ്ട്, പക്ഷെ യാതൊരു ബേജാനും അദ്ദേഹത്തിൻ്റെ കൽബിലില്ല. ഞാനിങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെയെല്ലാം പാപങ്ങൾ ചെയ്തല്ലോ, എത്രയെല്ലാം ഹറാമിയത്തുകൾ ചെയ്തല്ലോ, നോക്കിയല്ലോ, അക്രമങ്ങൾ ചെയ്തല്ലോ എന്നും ഒരു ബേജാരും ഒരു നിമിഷം പോലും അദ്ദേഹത്തിൻ്റെ കൽബിൽ വരുന്നില്ല. അത്രക്കാർ. എന്നിട്ടോ വറഅൽ ഇബ്റത ഫലം യഅ്തബിർ. എത്രയോ അള്ളാഹുവിനെ ചിന്തിപ്പിക്കുന്ന എത്രയോ ഉപദേശങ്ങൾ അവന് മുമ്പിൽ വന്നിട്ട് പോലും അവനൊന്നും ചിന്തിക്കുന്നില്ല. അവൻ ആലിമീങ്ങളെ കൂടെ ജീവിക്കുന്നു, ആലിമീങ്ങളെ കണ്ട് ആലിമീങ്ങളെ എല്ലാ ദിവസവും കാണുന്നുണ്ട്, ആലിമീങ്ങളുമായിട്ട് നല്ല ബന്ധക്കുണ്ട്, പക്ഷെ ഒരു ഇൽമും അദ്ദേഹം അവരിൽ നിന്ന് പഠിക്കുന്നില്ല. നല്ല മനുഷ്യന്മാരെ കൂടെ അദ്ദേഹത്തിനേക്ക് കൂട്ടുകെട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റമോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലില്ല. എന്നിട്ടോ അദ്ദേഹം ധാരാളം ചരിത്രങ്ങൾ കേൾക്കുന്നുണ്ട്, ധാരാളം സംഭവങ്ങൾ, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരെ, ആരിഫീങ്ങളെ, മഹാന്മാരെ ചരിത്രങ്ങളൊക്കെ കേട്ടാലും അദ്ദേഹത്തിനേക്ക് ഒരു കുലുക്കവുമില്ല. ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ എന്താണ് ഇതുവരെ പറഞ്ഞത്? ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ ഒരു ഉപകാരം അദ്ദേഹത്തിനില്ല. ഖുർആൻ ഓതുന്നുണ്ട്, ആലിമീങ്ങളെ കൂടെയുണ്ട്, ഇങ്ങനെയൊക്കെ നല്ലൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ നിന്നുണ്ടാകേണ്ട ഒരു ഉപകാരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാത്ത അത്തരക്കാരെ കുറിച്ചിട്ട് മഹാന്മാർ പറയുന്നു. ഫഹുവ അഹ്വാനുൻ യഅ്കുലു വയശ്റബു വഇൻ കാന ഇൻസാനൻ യൻതിഖു വയതകല്ലമു. അവൻ സംസാരിക്കുന്ന ഒരു മൃഗം എന്ന് പറയാമെന്നല്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് മറ്റൊന്നും പറയാനില്ല എന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഈ കാര്യങ്ങളെല്ലാം ഈ ഖുർആൻ ഓതുന്ന എന്തിനാ? അത് ഉൾക്കൊള്ളാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ അദ്ദേഹം മാറണം, ഒഴിവാവണം. ആലിമീങ്ങളെ കൂടെ കൂടുന്നവ എന്നാലെന്താ? അദ്ദേഹത്തിൻ്റെ ഇൽമുകൾ കൂടണം. അതേ തെറ്റുകൾ ഇദ്ദേഹം ഓർക്കുമ്പോൾ അതിലൂടെ അദ്ദേഹത്തിന് വേജാറുണ്ടാകണം. ദിനേനം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. മാറ്റമുണ്ടായിട്ടില്ലെങ്കിൽ അദ്ദേഹം ഒരു മൃഗമാണല്ലോ, അദ്ദേഹം ഒരു ഹയവാനാണെന്ന് മഹാന്മാർ പറയുന്നു. തിന്നുന്നു, കുടിക്കുന്നു, കലിക്കുന്നു എന്നല്ലാതെ ജീവികൾ, അതേ മൃഗങ്ങളും അതുപോലെയല്ലേ. ആ മൃഗങ്ങൾക്ക് ഒരു വ്യത്യാസമില്ല. ഇന്നാലെ ഏതുപോലെയാണോ ഇന്നതുപോലെയാണ്. ഇനി ഒരു കൊല്ലം കഴിഞ്ഞാലും ആ മൃഗം അതുപോലെ തന്നെയാണ്. ഒരു പുരോഗതി ആ മൃഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. പക്ഷേ അങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഇന്നും എങ്ങനെയാണോ അതേപോലെയാണ് നമ്മൾ നാളെയും. ഇനി ഒരു കൊല്ലം കഴിഞ്ഞാലും നമ്മളിന്ന് ഒരു മാറ്റവുമില്ല. നമ്മളും മൃഗം പോലെയാണല്ലോ. അതേ സമയത്ത് നല്ല മനുഷ്യന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ ദിനേന പാഠങ്ങൾ ഉൾക്കൊണ്ട് അവർ നന്നാവുകയാണ്, അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്. അതാണ് ചെയ്യേണ്ടത്. ഇതിലൂടെ നാം പഠിക്കേണ്ട വലിയ പാഠം നമ്മൾ ഏത് രീതിയിലാണോ നമ്മളെ തന്നെ വിലയിരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ചിന്തകൾ തന്നെ അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.